മുഖ്യമന്ത്രി സൂര്യനെ പോലെയാണെന്ന് പറഞ്ഞു. ആര്? MV ഗോവിന്ദൻ മാസ്റ്റർ. കമ്മ്യൂണിസ്റ്റുകാരെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് വ്യക്തിപൂജ പാടില്ല, ആളുകളെ ഒന്നും പാടില്ല, ഫ്ലെക്സ് വെക്കാൻ പാടില്ല, ആൾ ദൈവം പാടില്ല എന്ന് പറഞ്ഞ നിങ്ങളെ പാർട്ടി ഏത് പോളിറ്റ് ബ്യൂറോയിലാണ്, ഏത് പാർട്ടി കോൺഗ്രസിലാണ് ഈ നയമാറ്റം എന്ന് പറയുക? നിങ്ങൾ ഈ നയമാറ്റം എന്ന് പറയണല്ലോ. നമ്മൾക്ക് അന്തപ്പെടല്ലേ. എൻ്റെ മണ്ഡലത്തിൽ സജി ചെറിയാൻ വന്നിട്ട് ചൊറിഞ്ഞു. എന്ത് മുബിലല്ലെങ്കിൽ തന്നെ ചൊറി. എന്താ ചൊറിഞ്ഞത്? അവിടെ വന്ന് കണ്ടു ബഷീറെ ഇതിൻ്റെ ഒരുപാട് വികസനം, ഉമ്മൻചാണ്ടിൻ്റെ കാലത്ത് നടത്തിയ വികസനം ഒക്കെ പറഞ്ഞതിന് ശേഷം പറഞ്ഞു അവിടെ പൊന്തക്കാട്ടിൽ ബഷീർ ഉണ്ടാവും, ഇവിടെ വന്ന് വേണമെങ്കിൽ മുഖ്യമന്ത്രി നിന്നുണ്ടാവും. ഞാൻ അപ്പം ആലോചിച്ച് പഠിച്ചോനെ ഇയാൾ സൂര്യനെ ഞാനത് കരിഞ്ഞു പോകില്ല, അതിൻ്റെ അടുത്ത് പോയിരുന്നാൽ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇങ്ങളെ ഒരു പാർട്ടിക്ക് എന്തെങ്കിലും നയമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങളെ ഈ നവകേരള സദസ്സ് എന്താ ഉണ്ടായത്? നിങ്ങൾ ആദ്യം പറഞ്ഞു പരാതി സ്വീകരിക്കാനാണെന്ന് പറഞ്ഞു, പിന്നെ പറഞ്ഞു ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കാനാണെന്ന് പറഞ്ഞു, പിന്നെ പറഞ്ഞു സംവാദമാണെന്ന് പറഞ്ഞു. ആരോടങ്ങൾ സംവാദം നടത്തിയത്? ആരോടങ്ങൾ സംവാദം നടത്തിയത്? ഏറ്റവും വലിയ പണക്കാരെ, പൗരപ്രമുഖർ എന്ന് പറയുന്ന ആൾക്കാരെ വിളിച്ചിട്ട് അധ്വാനിക്കുന്ന തൊഴിലാളി വിഭാഗത്തിന്റെ പാർട്ടി എന്ന് പറയുന്ന പാർട്ടി, ബൂർഷകൾ എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ എല്ലാ കാലഘട്ടത്തിലും അൻവറാടിക്ക് പ്ലീസ് കാരണം തിരക്കതൊന്നും ശരിയായില്ല, പ്ലീസ് ഡൗൺ. അതിന് എന്ത് പറ്റിച്ചാൽ ആ അധ്വാനിക്കുന്ന വർഗത്തിന് എല്ലാവരെയും ബൂർഷ എന്ന് പറയുന്ന ആ ബൂർഷകളൊക്കെ വിളിച്ചിട്ട് പാല് അണ്ടിപ്പരിപ്പ് ചാലിച്ചിട്ട് കൊടുക്കണ ആളുകളല്ലേ നിങ്ങൾക്ക് ഉളുപ്പറ സാധനങ്ങൾക്കുണ്ടോ? അവിടെയൊക്കെ പോയി കണ്ടെന്താണ് BC ബ്രാഞ്ച് സെക്രട്ടറി LC അങ്ങനെ കാവലിക്ക ഇങ്ങനെ പറഞ്ഞേക്കുക. എന്നിട്ട് മറ്റൊരാളുടെ ഉള്ളിലേക്ക് പ്രവേശനമില്ല. എന്നിട്ട് ഓരോട് എന്തെങ്കിലും കാര്യം ചോദിക്കുക. ഇവിടെ മറ്റൊരു ഒരു നവകേരളത്തിൽ ഈ രാജീവൊക്കെ അത്യാവശ്യം വിവരമല്ല, ഒരു കോമൺ സെൻസിലെ ഒരു ബുദ്ധിയിലെ സാധനമാണ് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷെ ഇങ്ങനെയുണ്ടോ? ഒരു പരാതി 20 ആള് പോയിട്ട് ഒരു 100 ആളിക്ക് ഒരു അയ്യഞ്ചിച്ച പരാതിയൊക്കെ നിങ്ങൾ വാങ്ങണ്ടേ? നിങ്ങളെ കൈക്ക് നിങ്ങൾ എവിടെ പോയി വാങ്ങിയത്? സർ, ഒരു പരാതി പോയി ഒറ്റ തഹസിൽദാർക്ക് പരാതി കൊടുത്തിട്ട് ഒരു കാര്യം തീരുമാനമായി. അവസാനം കേരള സദസ്സിൽ പോയി. കേരള സദസ്സിൽ പോയപ്പോൾ പോയി പരാതി കൊടുക്കുമ്പോൾ പിന്നെ അത് വാങ്ങണം ആ തഹസിൽദാറാ സർ. പിന്നെ സർ ആ തഹസിൽദാറാണ്. അത് സാർ ഈ മൂത്രക്കല്ലിന് അസുഖം ഉണ്ടായപ്പോൾ നമ്മുടെ നാട്ടിൽ പറഞ്ഞു കോഴിക്കോട് നല്ല ഡോക്ടർ ഉണ്ട്, അവിടെ നിന്ന് പോയി നോക്കുകയാണ്. കോഴിക്കോട് ചോദിക്കുമ്പോൾ ഓനെ കാണിച്ച് ആ ഡോക്ടറെ അപ്പോഴും മൂത്രക്കല്ലിന് നോക്കാൻ അവിടെ സ്പെഷ്യലിസ്റ്റ്. അതേമാതിരി സാർ ഇവരെ കാലത്തിലെ പരാതികൾ സ്വീകരിക്കുന്നത് ആരാ? ഇങ്ങനത് ആലോചിക്ക്. ഇങ്ങനെ എന്തെങ്കിലും തീരുമാനമുണ്ടോ? എന്താ ഉള്ളത്? 20 മന്ത്രിമാരിങ്ങനെ വന്ന് എല്ലാവരും നല്ല പുതിയാപ്പിളായി 20 ആളും ഇവിടുന്ന് തേട്ടം പോണ മാതിരി കാസർഗോഡ് നിങ്ങളുടെ തിരുവനന്തപുരത്തേക്ക് 42 ദിവസം എന്നിട്ട് ഇങ്ങനെ വിഭവസമൃദ്ധമായിട്ടുണ്ട്. എല്ലാത്തിൻ്റെ വെയിറ്റ് 6 കിലോ നിങ്ങളുടെ കൂടി നല്ല നാട്ടുകാർക്കത് പ്രയോജനം ഉണ്ടായി. നിങ്ങളത് ആലോചിച്ച് നോക്കി. ഇങ്ങൊക്കെ ഉണ്ടായോ? ഞാൻ ചോദിക്കട്ടെ, ശൈലജ ടീച്ചർ മണ്ഡലത്തിൽ പോയപ്പോൾ എന്തുണ്ടായത്? ആ ഭാസ്കര മാസൊക്കെ കിട്ടിയേ, ശൈലജ ടീച്ചർക്ക് കിട്ടിയേ. പിന്നെ ജനങ്ങളുടെ പ്രശ്നം അധ്വാനിക്കുന്ന മാണിസാറിന്റെ സിദ്ധാന്തങ്ങൾ അറിയപ്പെടുന്ന എന്റെ കേരള കോൺഗ്രസ്സുകാരാ. അവിടെ പോയിട്ടല്ലേ നിങ്ങൾ അവിടെ പാലായിൽ അവിടെ പാവപ്പെട്ടവന്റെ എന്നും റബ്ബർ കർഷകരുടെ കാര്യങ്ങൾക്ക് വേണ്ടി പോരാടുന്ന നിങ്ങളുടെ MP പ്രസംഗിച്ചപ്പോൾ അങ്ങേർക്ക് വിവരമില്ല, അങ്ങേർക്ക് ഇത് എന്താണെന്ന് അറിയില്ല എന്ന് തോമസ് ചാഴിക്കാടൻ 20 കൊല്ലം MLA ആയ ആളെയും മുഖ്യമന്ത്രി പരിഹസിച്ചു. അപ്പോഴും നിങ്ങൾ മിണ്ടിയില്ല. പിന്നെ ഇവിടെ വന്നിട്ട് മുഖ്യമന്ത്രിക്ക് ഒരു പരാതി, റബ്ബറിന്റെ താങ്ങുവില വർദ്ധിപ്പിക്കുന്നത്. നിങ്ങളത് ആലോചിച്ചോക്കെ, ഇങ്ങള് എവിടേക്കങ്ങളെ പോക്ക്? ഇങ്ങനെ പറയണ കേട്ടാല് എന്താ നിങ്ങൾ നടത്തിയത്? ഇവിടെ പറഞ്ഞു വികസനത്തിന്റെ കാര്യം പറഞ്ഞു. ഇങ്ങക്ക് എന്തേത് ഉണ്ടായത്? എന്റെ ബഹുമാന സുഹൃത്ത് ഡോക്ടർ MK മുനീർ കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിൽ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് UDF-ന്റെ കാലത്ത് എക്സ്പ്രസ് ഹൈവേ 5400 കോടി രൂപയുടെ പ്രൊജക്ട് വന്നപ്പോൾ പശുവിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കറക്കാൻ പറഞ്ഞാൽ ഞാനിതൊരു സമരം ചെയ്ത കൂട്ടാണ്. എന്നൊക്കെ ഉണ്ടായത്? എവിടെയാണ് നിങ്ങൾക്ക് ഇതൊക്കെ തോന്നിയത്? ഇപ്പൊ നിങ്ങൾക്ക് കേരളയിൽ ഞാൻ കണ്ണൂരിൽ നിന്ന് അപ്പം തിന്നാല് തിരുവനന്തപുരത്ത് തിന്നാറ് ഗോവിന്ദൻ മാസ്റ്റർ ക്ലാസ്. നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? നിങ്ങളത് ആലോചിച്ചൊക്കെ നിങ്ങളെ പാർട്ടി എടുക്കാൻ ഈ പോക്ക് ആകെ CPI-ക്കാരെ പറ്റി അഭിപ്രായമില്ല. കാരണം അതിൽ പോയി. കാരണം ഇവിടെ ചന്ദ്രശേഖരൻ ഗവർണർ വേണ്ട എന്ന് പറയുന്ന കൂട്ടരാണ്. ഞാൻ 9 മാസം മുമ്പ് ഈ സഭയിൽ ആ ഗവർണർ നോളയാണെന്ന് പറഞ്ഞപ്പോൾ എന്റെ പേരിൽ നടപടി എടുക്കണമെന്ന് പറഞ്ഞ ആളാണ് ആ ഭാരത CPI-ക്കാരൻ. സഭാ രേഖയൊക്കെ ഉണ്ട്. അതിനെ പറ്റി പറഞ്ഞതാണ്. ഇപ്പൊ വർഷം മൂപ്പർക്ക് കൊടുത്ത് ഒരു പോസ്റ്റില് അതവിടെ പോട്ടെ. സർ നിങ്ങൾ ആലോചിച്ചു സർ, ഇവര് എല്ലാ കാര്യത്തിലും. പിന്നെ നിങ്ങൾ പറഞ്ഞു സമരത്തിന്റെ കുത്തകാർക്കാ
കേരളത്തിൽ ഇങ്ങക്കാം. അതിന്റെ നീതി ആർക്കാ? ഇങ്ങക്കാം. അതിന് കൈവശം വെച്ച് അതിന്റെ നീതിയും അതിന്റെ കുത്തകയും ഒക്കെ കൈവശം വെച്ചത് SFIക്കാരും CITക്കാരും. ഇപ്പൊ 7 കൊല്ലായിട്ട് നിങ്ങൾക്ക് സമരമല്ല. അപ്പോഴാണ് അതിനാണ് നിങ്ങൾക്കൊരു എക്സസൈസ് എടുക്കാൻ വേണ്ടിയിട്ട് ആ പാവപ്പെട്ട യൂത്ത് കോൺഗ്രസ്സുകാരെ ആ നവകേരള സദസ്സിന്റെ പേരിൽ ഒന്ന് മർദ്ദിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പൊ സർക്കാരിനെതിരെ ആരെങ്കിലും സമരം ചെയ്ത യൂത്ത് കോൺഗ്രസ്, പോലീസ് അതൊരു ഭാഗത്ത്, പിന്നെ മൺചട്ടി, പിന്നെ ഹെൽമെറ്റ്, കോൺഗ്രസ് ഇതൊക്കെ അടിച്ച. എന്നിട്ട് നമ്മളെ മുഖ്യമന്ത്രി ഇവർക്കൊക്കെ ജീവൻ രക്ഷിക്കാൻ രക്ഷാപ്രവർത്തനം നടത്താൻ അതിന് ആഭ്യന്തര വകുപ്പ് ഉൾക്കാട് ഓസാന പാടി. പിന്നെ എവിടെയെങ്കിലും പോലീസുകാരേതെങ്കിലും കേസ് എടുക്കുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നാളെ നിങ്ങൾ പുറത്തിരിക്കുമ്പോൾ ഞങ്ങൾ ആൾക്കാർ ചെയ്താലോ? ആ കോൺഗ്രസ്സുകാരെ അങ്ങനെ കണക്കാക്കണ്ട. ഐറ്റങ്ങൾ 5 10 ആണെങ്കിൽ നിങ്ങളൊക്കെ നേരിടാൻ ഐറ്റങ്ങൾ മതി. അത് നിങ്ങൾ മനസ്സിലാക്കായിട്ടാ. നിങ്ങളെന്താ ചെയ്തത്? അവരെങ്ങനെ എപ്പോഴും ആക്രമിച്ച് ഒക്കെ ചെയ്തു. പിന്നെ നിങ്ങൾ പെൻഷൻ, നിങ്ങൾ ഏതെങ്കിലും പേസുകളോ, നിങ്ങൾ പെൻഷനോ കാര്യങ്ങളോ എന്തെങ്കിലും കൊടുത്തുക്കണോ? നിങ്ങൾ ഞാൻ ചോദിക്കട്ടെ, ഇതിൽ ഇപ്പം നയപ്രഖ്യാപനം എൻ്റെ പ്രസംഗത്തിന് ശേഷം ബഹുമാനായ TP പ്രസംഗിക്കാറുള്ളൂ. നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരുള്ളൂ. ഒരു 2.5, 3, 4 മണിക്കൂർ റിപ്പോർട്ടിങ് ചെയ്യുമ്പോൾ ഒരുപാട് ആഗോള കാര്യങ്ങളെ പറ്റി പറയാറുണ്ടല്ലോ. നിങ്ങൾ ഈ നയപ്രഖ്യാപനത്തിൽ, ഈ പ്രസംഗത്തിൽ ആ 67 പേജിൽ എന്തെങ്കിലും പറയാത്ത കാര്യങ്ങൾ ഞങ്ങൾ ശ്രദ്ധയിലൊന്ന് പെടുത്താം. സംസ്ഥാനത്തെ കർഷകരിൽ നിന്ന് നെല്ല് സംഭരിക്കുമ്പോൾ നെല്ല് സംഭരണ രസീത് PRS നൽകി തുക വായ്പയായി അനുവദിക്കുകയും വായ്പ തിരിച്ചടവ് സർക്കാർ മുടക്കിയാൽ ബാധ്യത കർഷകരിൽ നിക്ഷിപ്തമാക്കുകയും കർഷകരുടെ സിവിൽ സ്റ്റോറിനെ അത് ബാധിക്കുകയും ചെയ്യുന്ന കർഷക വിരുദ്ധ നടപടി അവസാനിപ്പിച്ചുകൊണ്ട് നെല്ലിന്റെ വില കർഷകരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് നൽകുന്നതിന് നടപടി സ്വീകരിക്കുന്ന ഒരു വാക്കുകൾ ഇത് പറഞ്ഞിക്കണോ? ഇല്ലല്ലോ. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകുന്നതിനായി പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് പ്രത്യേക സെസ് ഏർപ്പെടുത്തി ജനങ്ങൾക്ക് അധിക ബാധ്യത നൽകിയിട്ടും 5 മാസത്തിലധികമായി മുടങ്ങിയിരിക്കുന്ന പെൻഷൻ കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുന്ന നടപടിയെ സംബന്ധിച്ച് നിങ്ങൾ ഏതെങ്കിലും പറഞ്ഞിക്കണോ? പറഞ്ഞിട്ടില്ലല്ലോ. ഇനി ഒന്നും കൂടി, നിങ്ങളാണല്ലോ സഹകരണ പ്രസ്ഥാനത്തിന്റെ വലിയ ആൾക്കാരെന്ന് പറഞ്ഞു. ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമായി സംസ്ഥാനത്തെ സഹകരണ മേഖലയെ ദോഷകരമായി ബാധിക്കുന്ന രീതിയിൽ അന്തർ സംസ്ഥാന സഹകരണ സംഘങ്ങൾക്ക് കൂടുതൽ ഇളവുകൾ നൽകുന്ന കേന്ദ്ര സർക്കാർ നയത്തോട് ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്താത്തതും സംസ്ഥാനത്തെ സഹകരണ മേഖലയുടെ വിശ്വാസ്യത തിരിച്ചുപിടിക്കുന്നതിന് ആവശ്യമായ നടപടികളെ കുറിച്ച് നിങ്ങൾ ഇത് പ്രതിപാദിച്ചിട്ടുണ്ടോ? നിങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. നിയമനങ്ങളിലെ ക്രമക്കേട്, സ്ഥിരം VCമാരെ നിയമിക്കാൻ സാധിക്കാത്ത സാഹചര്യം, അക്കാദമികമായ നിലവാര തകർച്ച മൂലം പ്രതിസന്ധി നേരിടുന്ന കേരളത്തിലെ സർവകലാശാലകളെ മികവിന്റെ കേന്ദ്രമാക്കി മാറ്റുന്നുള്ള ഒരു ബദൽ മാർഗങ്ങളെ കുറിച്ച് നിങ്ങൾ ആലോചിക്കണോ? അത് നിങ്ങൾ അതിൽ പറഞ്ഞിക്കണോ? ഇല്ലല്ലോ. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ നികുതി പിരിവ് കാര്യക്ഷമമാക്കുന്നതിന് നടപടി സ്വീകരിക്കുന്നതിന് പകരം കേരളീയ പരിപാടിയുടെ ഭാഗമായി നികുതി വെട്ടിപ്പിന് നടപടി നേടുന്നതിൽ നിന്നും നികുതി കുടിശ്ശിക ഒടുക്കാനുള്ളവരിൽ നിന്നും വലിയ രീതിയിൽ സ്പോൺസർഷിപ്പ് കൈപ്പറ്റി അതൊരു അബദ്ധാണെന്നെങ്കിലും പറഞ്ഞോ? ഇല്ല. പിന്നെ അതിന്റെ കൂട്ടത്തിൽ ആ കേരളീയം, എന്താ കേരളീയം? കേരളത്തിന്റെ എല്ലാ പൈതൃകങ്ങളും ആകെ ഇവിടെ 7 കൊല്ലമായിട്ടുള്ളൂ. ആകെ 20 കൊല്ലം വെച്ചുള്ളൂ. ഇതൊക്കെ കൂടി നിങ്ങൾ ഉണ്ടാക്കിയതാ. ഇതൊക്കെ കൂടി നിങ്ങൾ ഉണ്ടാക്കിയ എന്നിട്ട് നിങ്ങൾക്ക് എൻ്റെ നവകേരളം എന്നിട്ട് തുലാമാസം കൊണ്ടേക്കാണ് തിരുവനന്തപുരത്ത് പരിപാടി കിടക്കും. നിങ്ങളെ തലയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ? അല്ലെങ്കിൽ തന്നെ കേരളത്തിലെ കാലാവസ്ഥയിൽ തുലാമാസത്തിൽ ഏറ്റവും അധികം മഴയുടെ സ്ഥലമാണ് ഈ തിരുവനന്തപുരം ഭാഗം. എന്നിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കി. എന്നിട്ട് അതിൽ പോയിട്ട് ഇങ്ങനെ പറയാണ്, ഞാൻ ചോദിക്കട്ടെ, സിനിമാ നടൻ മമ്മൂട്ടി, സിനിമാ നടൻ മോഹൻലാൽ, നടി ശോഭന, കമലഹാസൻ വന്ന ആൾ കൂടും. അത് ലീഗുകാരും പോകും, കോൺഗ്രസ്സുകാരും പോകും, എല്ലാവരും പോകും. അതിന്റെ പേരിലെ പെണ്ണുങ്ങളും കുട്ടികളൊക്കെ പോകും. ഇനി പോകണ്ടാരും പോകും. എന്നിട്ട് അത് നമ്മുടെ ശിവൻകുട്ടി ഏറ്റവും വലിയ ജനസംഖ്യ ഉണ്ടാവില്ല, ഗാനമേളക്ക് ആളുണ്ടാവില്ലേ, പൂരത്തിന് ആളുണ്ടാവില്ല. ഇതൊക്കെ നിങ്ങൾ ഈ പറയാം. എന്നിട്ട് അതിനാണ് നിങ്ങൾ ഈ വർത്തമാനം പറയണത്. നമ്മൾ ആലോചിച്ചോക്കി. ആ പിന്നെ സംസ്ഥാനത്തെ സ്കൂൾ ഭക്ഷണ പദ്ധതിക്കുള്ള ഫണ്ട് വിതരണം ചെയ്യാത്തുണ്ടായിരിക്കുന്ന പ്രതിസന്ധിയെ സംബന്ധിച്ച് എന്തെങ്കിലും പറഞ്ഞു? വന്യജീവി അക്രമങ്ങളിൽ ഇവിടെ പറഞ്ഞില്ലേ, മനുഷ്യർ കൊല്ലപ്പെടുന്നതും കൃഷിനാശം സംഭവിക്കുന്നതും വ്യാപകമായിരിക്കുന്ന സാഹചര്യത്തിൽ കൃഷ്ണൻകുട്ടി മിസ്റ്റർ കേൾക്കണം. വന്യജീവി ആക്രമണത്തെ ഫലപ്രദമായി പ്രതികരിക്കുള്ള നടപടിയെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു? നിങ്ങൾ ക്യാബിനറ്റ് കൂടി 24 നിങ്ങൾക്ക് പറ്റിയെന്താ അറിയോ? നിങ്ങൾക്ക് അടിച്ച് കൊയ്ത്ത് കണ ബന്ധുക്കാട് ക്യാബിനറ്റിൽ കണ ഇന്നപ്പോ ഇത് അവിടെ ചീഫ് സെക്രട്ടറി വെച്ചു ഒരു സീനിയർ മെമ്പർ സർ ഫണ്ട് സമാഹരണത്തിന് പദ്ധതി നിർവഹണത്തിന് കിഫ്ബി പരാജയപ്പെടുകയും കിഫ്ബിക്ക് വേണ്ടി ബജറ്റിൽ പുറത്തെടുത്ത കടം സംസ്ഥാനത്തിന്റെ പൊതുകടത്തിന്റെ ഭാഗമാണെന്ന് ധനകാര്യ കമ്മീഷൻ വ്യക്തമാക്കുകയും ചെയ്ത സാഹചര്യത്തിൽ കിഫ്ബി വഴി പ്രഖ്യാപിച്ച പദ്ധതികളുടെ നടത്തിപ്പിനുള്ള പ്രായോഗിക ബദൽ മാർഗത്തെ കുറിച്ച് എന്തുകൊണ്ട് നിങ്ങൾ പരാമർശിച്ചില്ല? എവിടെയെങ്കിലും പരാമർശിച്ചില്ല? പിന്നെ ഗുണവത്ത ലിസ്റ്റിലെ
കാലതാമസം മൂലം മുൻ വർഷങ്ങളിൽ ലൈഫ് മിഷൻ സർ നിങ്ങൾക്കൊന്നും ഇത് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറയാണ്. പദ്ധതി വീടുകൾ അനുവദിക്കുന്നത് കുറഞ്ഞതും നടപ്പ് സാമ്പത്തിക വർഷം വകയിരുത്തിയിട്ടുള്ള ഫണ്ടിൽ നാമമാത്രമായ പൈസ കൊടുത്തിട്ട് അതിന്റെ കാര്യത്തിൽ പരിഹാരങ്ങൾ പറഞ്ഞില്ല. ഒരു നയ അവസാനിപ്പിച്ചത് ഒരു നയ പ്രഖ്യാപനം എന്ന് പറഞ്ഞാൽ ഒരു ഗവൺമെന്റിന്റെ നയാണ്. നിങ്ങളെന്താ പറയണത്? നിങ്ങളെ കഴിഞ്ഞ 6 കൊല്ലം ഇങ്ങനെ അടിച്ചു. അതുകൊണ്ട് എനിക്കിങ്ങളോട് പറയാൻ വരാൻ പോകുന്ന ലോക്സഭാ നിങ്ങൾ ഇതൊക്കെ പറയണത് എനിക്കിങ്ങനെ അത്ഭുതം തരും. കേരളയിലെ ഫോൺ ഇതൊക്കെ ആരാ പറഞ്ഞത്? കമ്മ്യൂണിസ്റ്റുകാരനാ പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങളോട് നന്നാകണം. അതുകൊണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. ഗവർണർ ചക്രവർത്തി ആ ഗവർണറെ പറ്റി ഒരു വാക്ക് ഈ ജല്ലിക്കട്ട് കാളന്റെ മാതിരി കാളകട്ട് പാഞ്ഞപ്പോഴാണ് ആ ഗവർണർ റോഡിൽ കൂടെ ഗവർണർ നടപടിയും ഈ ഗവർണർ നടപടിയും എതിർത്തുകൊണ്ട് അവസാനിപ്പിക്കുന്നത്.